വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഇതും അപ്പാരൻ്റ്ലി ഒരു സോളോ ട്രിപ്പാണ്. ഞാൻ വിശാഖപട്ടണത്തിലേക്ക് വന്നിരിക്കുകയാണ്. വന്നതും ഞാൻ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയിരിക്കുകയാണ്. ചാനലിൻ്റെ പേര് ഇല്ലോളം, എൻ്റെ പേര് അഞ്ജന. അപ്പോൾ ഗൈസ്, കുറച്ച് പ്രതീക്ഷകളോട് കൂടിയാണ് ഞാൻ തായ്ലൻഡിൽ പോയ ഹാങ് ഓവറിൽ ഇങ്ങോട്ട് വന്നപ്പോൾ ഇത് ഞാൻ വിചാരിച്ച പോലെ ഒരു സ്ഥലമല്ലാത്തതിൻ്റെ ഒരു അങ്കലാപ്പ് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഉണ്ട്. യൂട്യൂബിൻ്റെ ഒരു പരിപാടിക്കാണ് ഗൈസ് വന്നിരിക്കുന്നത്. നാളെ നൊവോട്ടൽ വിശാഖപട്ടണത്തിൽ വെച്ച് യൂട്യൂബ് ക്രിയേറ്റർ കളക്റ്റീവ് ഉണ്ട്. സാധാരണ യൂട്യൂബ് ഇങ്ങനെ ഓരോ പരിപാടിക്കൊക്കെ വിളിക്കുമ്പോൾ ഞാൻ പോകാറില്ല. പിന്നെ ഇത്തവണ വിചാരിച്ച് സോളോ ട്രിപ്പിൻ്റെ ഹാങ് ഓവറിൽ വിചാരിച്ച് ഒരു ട്രിപ്പും കൂടെ പൊക്കളയാന്ന് പറഞ്ഞ് ചാടി പുറപ്പെട്ട് വന്ന് കയറിയതും ഡെസ്പടിച്ച്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എയർപോർട്ടിൽ നിന്ന് ഊബർ വന്നപ്പോൾ തന്നെ എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. കാര്യം എനിക്ക് ഇന്ത്യയിൽ സോളോ ട്രിപ്പ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മുടെ കേരളത്തിൽ പിന്നെയും കുഴപ്പമില്ല, പക്ഷെ വേറെ എല്ലായിടത്തും കുറച്ച് ടെൻഷനാണ്. ഇപ്പോൾ പിന്നെ ഞാൻ വന്ന് കയറിയപ്പോൾ തന്നെ ചാർജ് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കും മറ്റേ നമ്മുടെ 3 പിൻ ചാർജിങ് മറ്റേ പോർട്ട് അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ഇവിടെ ബ്ലിങ്കിറ്റ് എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഭാഗ്യത്തിന് വർക്കാവും. നമ്മുടെ നാട്ടിൽ ട്രിവാൻഡ്രത്തൊന്നുമില്ല, കൊച്ചിയിലൊക്കെ ഉണ്ടോയെന്ന് പറഞ്ഞൂടാ. ഡൽഹിയിൽ ഒരു ഫ്രണ്ട് പറഞ്ഞു അവിടെ അവർ ബ്ലിങ്കിറ്റ് പ്രിൻ്റ് ഔട്ടൊക്കെ പിള്ളേരുടെ സ്കൂളിന് വേണ്ടി എടുക്കാറുണ്ടെന്ന്. അതുകൊണ്ട് ബ്ലിങ്കിറ്റിൽ നിന്ന് ഞാൻ ഈ സാധനം വാങ്ങിച്ചു. 3 പിൻ ട്രാവൽ അഡാപ്റ്റർ. അത് വെച്ച് ഇപ്പോൾ താഴെ ഇറങ്ങിപ്പോയി പിക്ക് ചെയ്യേണ്ടി വന്നു. പിന്നെ അറ്റ്ലീസ്റ്റ് ഒന്ന് താഴെ ഇറങ്ങി മേളിൽ വരാനുള്ള ഒരു ധൈര്യം സംഭരിക്കാൻ കൂടി വേണ്ടിയാണ് ആ എക്സർസൈസ് എന്ന് വിചാരിക്കുക. എന്തായാലും ഞാൻ നൊവോട്ടലിൽ പോകട്ടെ. ഊബറൊക്കെ ബുക്ക് ചെയ്ത് രാവിലെ കുളിച്ചിട്ട് വന്ന് ദേഹമൊന്നും അഴുക്കായിട്ടില്ല. ഫ്ലൈറ്റ് സത്യം പറഞ്ഞാൽ ഓവർനൈറ്റ് ഫ്ലൈറ്റ്സേ ഉള്ളൂ, ഡയറക്റ്റ് ഫ്ലൈറ്റ്സ് ഇല്ല. അപ്പോൾ ഞാൻ ഇന്നെന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച വൈകുന്നേരമേ ഇവിടെ വന്ന് കിടക്കുവാണ്. എന്നിട്ട് നാളെ വൈകുന്നേരം 3 മണിക്ക് അവർ പറഞ്ഞു ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ബേസിസിൽ ICC വിമൻസ് വേൾഡ് കപ്പിന് ടിക്കറ്റ്സ് കൊടുക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു അതും കൂടെ കുറച്ച് നേരം കണ്ടിട്ട് വൈകുന്നേരം തിരിച്ച് വരാമെന്ന് പറഞ്ഞാൽ വൈകുന്നേരമും ഫ്ലൈറ്റ്സ് ഒന്നുമില്ല, ഓവർനൈറ്റ് ഫ്ലൈറ്റ്സേ ഉള്ളൂ. രാത്രി ഉറങ്ങാതെ എനിക്ക് ഒരു 10 മണിക്കൂറൊക്കെയാണ് ഒരു ഫ്ലൈറ്റിൻ്റെ ടൈമിങ്സ്. എനിക്ക് ഒട്ടും കംഫർട്ടബിളായിട്ട് തോന്നാത്തത് കൊണ്ടാണ് ഈ പരട്ട സ്റ്റേ തന്നെ എടുക്കേണ്ടി വന്നത്. അപ്പോൾ 2 ദിവസം എനിക്ക് നാളെയും മറ്റന്നാളും. പിന്നെ ഇവിടെ വന്നപ്പോൾ തന്നെ അവിടുത്തെ റൂം കാണിക്കാൻ വന്നു. വശപ്പശക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ പറഞ്ഞെന്ന് ഞാൻ കാറൊക്കെ അപ്പോഴേ പൈസയ്ക്ക് വേണ്ടിയാണെന്ന് മനസ്സിലായി. ഞാൻ പൈസയൊന്നും കൊടുത്തില്ല, എനിക്ക് പരട്ട സ്ഥലം കണ്ടപ്പോൾ തന്നെ ദേഷ്യം വന്നു. പിന്നെ അതുകൊണ്ട് അയാൾ ശരിയെന്ന് പറഞ്ഞ് പോയേ. തിരിച്ചയാൾ ഞാൻ ലിഫ്റ്റിലോട് താഴെ ഇറങ്ങി പോകുന്നവർ തിരിച്ച് മേലോട്ട് കയറി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കി ചിരിച്ചിട്ട് അയാൾ ചിരിക്കണേ ഇല്ല. അയാൾക്ക് പൈസ കിട്ടാത്തതിന് ദേഷ്യം കുഴപ്പമില്ല. മീൻസ് ആ ഒരു സൈഡിൽ ബീച്ചും ഇവിടെ വരെ പഴഞ്ച മല്ലീസ്. ഞാനിങ്ങനെ പുച്ഛിക്കല്ല ഗൈസ്, പക്ഷേ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് അങ്ങനത്തെ രീതിയിൽ നമുക്ക് മനസ്സിന് പിടിക്കുന്ന ടൈപ്പിലുള്ള കംഫർട്ടിലുള്ള ഹോട്ടലൊക്കെ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര മൂഡ് പോകും. മീൻസ് കഷ്ടപ്പെട്ട് യാത്ര ചെയ്യുന്നവരുണ്ട്, ബട്ട് ഞാൻ അതുപോലത്തെ ഒരാളല്ല. എനിക്ക് കംഫർട്ട് വേണം. ഹോട്ടലെത്തി എന്തായാലും നാളെ ഇവിടുത്തെ ഫുഡ് തന്നെ കഴിക്കണം. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ബുഫേ അധികം ആളൊന്നുമില്ല, ഇത് തന്നെ നാളത്തെ എടുത്ത് തരുമെന്ന് ഏകദേശം എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അലക്കാട്ടെ കഴിക്കാൻ വേണ്ടി ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി ഓർഡർ ചെയ്തു. ഹൈദരാബാദി ബിരിയാണികൾ നമ്മൾ US-ലായിരുന്നപ്പോൾ ഒരു സ്ഥിരം ഫുഡായിരുന്നു. അവിടെ ഇഷ്ടം പോലെ, നമ്മൾ എസ്പെഷ്യലി കാലിഫോർണിയയിലായിരുന്നുകൊണ്ട് ഇഷ്ടംപോലെ ഹൈദരാബാദീസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടായിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഹൈദരാബാദി ബിരിയാണിയുടെ ടേസ്റ്റ് ഇതാണോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്യണം. കാരണം പല ഫ്ലേവറുകളിൽ ഉള്ള ഹൈദരാബാദി ബിരിയാണി കഴിച്ചിട്ടുണ്ട്. ലൈക്ക് ഉലവച്ചാറും എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ഭയങ്കര സ്പൈസി ആയിട്ടുള്ളതാണ് എൻ്റെ മെയിൻ ഓർമ്മ. ഇവിടെ പൊതുവേ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഹൈദരാബാദി ആൾക്കാരൊക്കെ ഇങ്ങനെ മുളക് കടിച്ച് തിന്നുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവർ പൊതുവെ ഭയങ്കര സ്പൈസ് കഴിക്കുന്ന ആൾക്കാരാണ് എന്നാണ് എൻ്റെ അറിവ്. ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. മണം അതുപോലെ തന്നെയുണ്ട്. നൊസ്റ്റാൾജി അടിക്കുന്നു എനിക്ക്. ഇത് തന്നെ. പക്ഷേ എനിക്ക് ഹൈദരാബാദി ബിരിയാണിയെക്കാട്ടും നമ്മുടെ മലബാർ ബിരിയാണിയാണ് ഇഷ്ടം കേട്ടോ. പീസ് ഒന്ന് എടുത്ത് അയച്ചോക്കട്ടെ. ഒരു സാലഡും പിന്നെ എന്തോ ഒരു കറി, അതിൻ്റെ ഗ്രേവിയും പിന്നെ വെജിറ്റബിൾസും തന്നിട്ടുണ്ട്. ഇപ്പം സംസാരിച്ചുകൊണ്ടിരുന്നപ്പം 10-20 വർഷം മുന്നേ ഞാൻ ഒരിടത്ത് കണ്ട ഒരു ആളെനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അഞ്ജനയാണോ, എനിക്കൊരു അനിയനുണ്ടോ, പണ്ട് നമ്മൾ അവിടെ വെച്ച് കണ്ടിട്ടുള്ള ഓർമ്മയുണ്ടോ, എൻ്റെ സൗണ്ട് എവിടെയോ ഫെമിലിയറായിട്ട് തോന്നി, അങ്ങനെയാണ് കണ്ടുപിടിച്ചത് എന്നൊക്കെ. ഇങ്ങനെ പഴയ ആൾക്കാർ തിരിച്ചു വരുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. ഞാൻ എപ്പോഴും ആൾക്കാരുമായിട്ട് കോണ്ടാക്റ്റ് വെക്കുന്ന ഒരാളായിരുന്നു. ബട്ട് ഞാനൊരു സർട്ടൺ പോയിൻ്റ് ആയപ്പോൾ നിർത്തി. കാരണം നമ്മളെത്ര എഫേർട്ട് അങ്ങോട്ട് ഇട്ടാലും തിരിച്ചവർ ആ എഫേർട്ട് നമ്മളുമായിട്ട് കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നില്ല എന്ന് മനസ്സിലായപ്പം പിന്നെ എനിക്ക് തന്നെ മനമെടുത്ത് എന്തിനു നമ്മൾ വെറുതെ എഫേർട്ട് ഇടുന്ന അവർ
മീൻസ് നമ്മുടെ നാട്ടിലുള്ള ഭൂരിപക്ഷം ആൾക്കാർ എങ്ങനെയാണെന്ന് തോന്നുന്നു. അവരുടെ ബിസി ലൈഫിൽ അവർക്ക് വേണ്ട ആൾക്കാരെ അവർ വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർ വീട്ടുകാരെ വിളിക്കുന്നുണ്ടാവും, പിന്നെ അവർക്ക് പേഴ്സണലി ഇഷ്ടമുള്ള അവരുടെ ഫ്രണ്ട്സിനെയും വിളിക്കുന്നുണ്ടാവും. ബട്ട് ഞാൻ അവരുടെ കാര്യം അന്വേഷിക്കുന്നു, റെഗുലറായിട്ട് വിളിക്കുന്നുണ്ട്. ഞാനൊരു അസുലങ്ങേസ് അവരൊരു ബുദ്ധിമുട്ടും ചെയ്യുന്നില്ലെങ്കിൽ അവരെൻ്റെ കാര്യം തിരിച്ച് വിളിച്ച് അന്വേഷിക്കണ്ടേ, അങ്ങനെയല്ലേ? അപ്പം ഞാൻ നിർത്തി. സത്യം പറഞ്ഞാൽ കീപ്പ് ഇൻ ടച്ച് എന്നൊരു സാധനം ഇപ്പം നമ്മുടെ നാട്ടിലില്ല എന്നുള്ളത് ആണ് ഒരു യാഥാർത്ഥ്യം. പക്ഷേ വിളിക്കുന്ന ആൾക്കാർ എപ്പോഴും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 10 പ്രാവശ്യം നമ്മൾ അങ്ങോട്ട് വിളിക്കുമ്പോൾ 11ാമത്തെ പ്രാവശ്യം അവർ തിരിച്ച് വിളിക്കുമായിരിക്കും. പക്ഷേ ഈ 10 പ്രാവശ്യം അങ്ങോട്ട് വിളിക്കാനുള്ള പേഷ്യൻസ് ഇല്ല. അല്ലെങ്കിൽ 10-20 പ്രാവശ്യം നമ്മളതിനെ അങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുക, അവർ കാരണം അന്വേഷിക്കുക. നമ്മൾ വിളിക്കുമ്പോൾ അവർ ഹാപ്പിലി സംസാരിക്കുമല്ലോ. ബിസിയാണെങ്കിൽ നമ്മുടെ അടുത്ത് സംസാരിക്കാൻ താല്പര്യം ഉള്ളതുകൊണ്ടാണ് അവർ ഫോൺ എടുക്കുന്നത്. അല്ലെങ്കിൽ അവർ ഫോൺ ഫസ്റ്റ് ഓഫ് ഓൾ എടുക്കില്ല. അത് ഞാൻ പറഞ്ഞു വന്നത്, പഴയ ആൾക്കാരൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഇപ്പം ഞങ്ങളുടെ കൂടെ തന്നെ കോളേജിൽ പഠിച്ചൊരു കുട്ടി സാഡാണ്. കുറച്ച് അവർ പാസ്ഡ് അവേ. അപ്പം അത് സത്യം പറഞ്ഞാൽ നമ്മുടെ കൂടെ മിക്ക ആൾക്കാരും അറിഞ്ഞില്ല എന്നുള്ളതാണ്. എന്നെ പുള്ളിക്കാരി 2 ഇയേഴ്സ് മുന്നേ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഈ ഒരു ഇതിലായിരുന്നു, ഓക്കെ ഇവരൊന്നും എന്നെ മൈൻഡ് ചെയ്യാറില്ല, വീഡിയോസ് കൊള്ളാമെന്ന് പറഞ്ഞാണ് മെസ്സേജ് അയച്ചത്. അപ്പോൾ എനിക്കിപ്പോൾ അത് ആലോചിക്കും ഭയങ്കര വിഷമമുള്ളൂ. ഞാൻ താങ്ക് യു മാത്രമേ പറഞ്ഞുള്ളൂ, ഞാൻ ഹൗ ആർ യു എന്ന് പോലും ഞാൻ ചോദിച്ചില്ല അന്ന്. അപ്പോൾ ഇതൊക്കെയാണ് ലൈഫ് ഇസ് വെരി ഷോർട്ട്. സോ കീപ്പ് ഇൻ ടച്ച് എന്ന് പറയുന്ന ഒരു കാര്യം വളരെ കുറച്ച് ആൾക്കാരെ ചെയ്യാറുള്ളൂ. അവർക്ക് അതിനുള്ള സമയമില്ല, മേ ബി ഇൻട്രസ്റ്റ് ഇല്ല, എന്താണെന്ന് അറിഞ്ഞൂടാ. ഞാനിപ്പോൾ അതുകൊണ്ട് നിർത്തി, എനിക്ക് തിരിച്ച് കിട്ടാത്തതുകൊണ്ട് ഞാൻ നിർത്തി. ബട്ട് മേ ബി എനിക്കിപ്പം പക്ഷേ വിളിക്കണം എന്നൊക്കെ തോന്നാറുണ്ട്. നമ്മളെപ്പോഴും കാണും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ തന്നെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു നമുക്ക് ലൈഫിൽ എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ. അതുകൊണ്ട് ഇറ്റ്സ് ഓക്കെ ടു കോൾ പീപ്പിൾ ആൻഡ് ടോക്ക്, അല്ലെങ്കിൽ അവരുടെ അടുത്ത് ചോദിക്കുക എന്തുണ്ട് എങ്ങനെയുണ്ട്. ചില ആൾക്കാരൊന്നും നമ്മൾ ചത്തോ ജീവിച്ചിരിപ്പോൾ അന്വേഷിക്കാതെ ഇല്ല, അവരവരുടെ ലൈഫിൽ ബിസിയാണ്. ദേ ഡോണ്ട് കെയർ. ഐ ഡോണ്ട് നോ വൈ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾ വിളിക്കാറുണ്ടോ നിങ്ങളുടെ പഴയ ഫ്രണ്ട്സിനെയൊക്കെ, അല്ലെങ്കിൽ വലിയ ക്ലോസ് റിലേറ്റീവ്സിനെ? നമ്മളെ വിളിക്കാം, ബട്ട് തിരിച്ചത് കിട്ടാത്തപ്പം നമുക്ക് വിഷമം വരൂലേ? ബട്ട് എൻ്റെ ഹസ്ബൻഡൊന്നും അങ്ങനെയല്ല കേട്ടോ. തിരിച്ച് വിളി കിട്ടിയില്ലെങ്കിലും അങ്ങോട്ട് വിളിക്കും, ആൻഡ് ഹീസ് ഓക്കെ. ശരിക്കും അങ്ങനെ ആവണം നമ്മളല്ലേ, അപ്പോൾ എല്ലാ പ്രോബ്ലം തീർന്നില്ല. അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടല്ലേ പ്രശ്നങ്ങളുള്ളത്. എക്സ്പെക്റ്റ് ചെയ്യാതിരുന്നാൽ പ്രശ്നമില്ലല്ലോ. എന്തായാലെങ്കിലും ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ, ഇതാണ് എൻ്റെ ഒരു തോന്നൽ. റൂമിൽ വന്ന് കേസ് ഞാൻ ഉറങ്ങാൻ പോകുന്നു. ഇനി പൊതുവേ ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര റൂഡായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. തിരിച്ചു വന്ന് ഊബറിൽ വിളിക്കാൻ വന്ന ആൾ ഫ്രണ്ട് വരെ വന്ന് പിക്ക് ചെയ്തതിൽ എൻ്റെ അടുത്ത് നടന്നു വരാൻ അങ്ങോട്ട് പറഞ്ഞ്, ഒരു തിരിച്ചിറങ്ങാൻ നേരത്ത് കുറച്ച് പൈസയും കൂടെ വേണം. ഹിന്ദി ആയിരുന്നു അല്ലേ, എനിക്ക് തെലുങ്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഹിന്ദി കുറച്ചോടെ ഓർ പൈസ മിലേഗാന്നോ എന്തോ എനിക്ക് പറയാനുള്ളത്. അകത്തും വന്നില്ല, പിന്നെ എന്തിനീ എക്സ്ട്രാ പൈസ തരണമെന്ന്. ഞാനും അങ്ങ് ഇറങ്ങി ഒന്ന് കൊടുത്തിട്ട് കുറച്ച് ആൾക്കാർ സ്വഭാവം സത്യം പറഞ്ഞാൽ ഈ കേരളത്തിൽ വളർന്ന ആൾക്കാർക്ക് വേറെ ഈ നമ്മുടെ ഇന്ത്യയിലുള്ള വേറെ ഒരു സ്ഥലവും ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. ചെന്നൈ ഞാൻ പോയിട്ടുണ്ട്. ചെന്നൈ ആൾക്കാർ പക്ഷേ ഭയങ്കര നൈസാണ്. ചെന്നൈ ഞാൻ 3-4 വർഷം ജീവിച്ചിട്ടുണ്ട്. ഈ തെലുങ്കന്മാർ കുറച്ച് സ്വന്തക്കാർ നോക്കലാണ്. അതിൻ്റെ ഓഫീസിൻ്റെ ഇത് വെച്ച് എനിക്കറിയാം, ഭയങ്കര നികൃഷ്ടമായ ആൾക്കാരാണ്. ചില സ്ഥലത്തുള്ള ആൾക്കാർ ഒക്കെ നല്ലതാണ്, ബട്ട് അതെല്ലായിടത്തും അങ്ങനെയാണല്ലോ. പിന്നെ ഈ കുറേ ആൾക്കാർ പറയണത് കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ഇവിടെയുള്ള ആൾക്കാർക്ക് ഒരുപാട് എന്തൊക്കെയോ സൗണ്ടൊക്കെ കേൾക്കുന്നു. ഒട്ടും സൗണ്ട് പ്രൂഫ് അല്ല, അപ്പുറത്ത് ഡോർ അടയ്ക്കുന്ന സൗണ്ടും എല്ലാം കേൾക്കാം. ഭയങ്കര മറ്റേ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ഓൺ ചെയ്യും ഇഷ്ടംപോലെ. അതുകൊണ്ടാണ് എല്ലാവരും അതൊക്കെ വിറ്റിട്ടാണ് പിള്ളേരെ അമേരിക്കയിലോട്ടൊക്കെ വിടണതെന്ന്. അവിടെ ഫുള്ള് അമേരിക്കക്കാർ, തെലുങ്കന്മാരിൽ ഒരാളെങ്കിലും അമേരിക്കയിൽ പോകണം ബൈ ഡിഫോൾട്ട്. പക്ഷേ എന്തുകൊണ്ടാണെന്ന് ഇത് വിശാഖപട്ടണം അവർ എഴുന്നേറ്റും ഇല്ലാത്ത, മേ ബി ഹൈദരാബാദിലൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും, എനിക്കറിഞ്ഞൂടാ. മേ ബി ഇതായിരിക്കും ഇവരുടെ ഡെവലപ്മെൻറ്റ്. എനിക്ക് കണ്ടിട്ട് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ നാട് ഇത്ര പോലും ഡെവലപ്ഡ് അല്ലെങ്കിലും നല്ല വൃത്തിയും ഉണ്ട്, കാണാൻ ലുക്കും ഉണ്ട്, ആൾക്കാർ നല്ല സഹായവും ചെയ്യാണ്. ഇത് എന്താണ് അത്? എന്തായാലും നാളത്തെ പരിപാടിയും കൂടെ കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ഇത് ജീവിട്ടിൽ പോയാൽ മൈക്ക് എടുക്കണം എന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് മടി കാരണം മൈക്ക് എടുത്തില്ല. അതുകൊണ്ട് എനിക്ക് അവരുടെ സൗണ്ട് നേരെ വരില്ല.
എന്തായാലും ബ്രേക്ക്ഫാസ്റ്റും കൂടെ ഉള്ള സ്റ്റേ ഓർഡർ ചെയ്താൽ നന്നായി. ഇവിടെ നിന്ന് കഴിക്കുന്നത് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടിട്ട് കൊള്ളാം, പക്ഷെ സാമ്പാർ മധുരമാണ്. ഇനി റൂമിൽ പോയിട്ട് റെഡിയായിട്ട് നമുക്ക് ഹോട്ടലിലോട്ട് പോവാം. ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാനേ പറ്റില്ല, തിരിഞ്ഞും മറിഞ്ഞും ഭയങ്കര തണുപ്പായിരുന്നു ഇടയ്ക്ക്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചൂടായി. ഞാൻ ലൈറ്റൊന്നും ഓഫ് ചെയ്താണ് കിടന്നത്, എനിക്ക് പേടിയായിരുന്നു. നമുക്ക് കുറച്ച് ലൈറ്റ് ഉണ്ടായിരുന്നു. ഇന്ന് ചിലപ്പം കുറച്ചും കൂടെ ബെറ്ററായിട്ട് ഉറങ്ങുമായിരിക്കും, ഫസ്റ്റ് ഡേ ആയതുകൊണ്ട്. കഴിച്ചിട്ട് പോയിട്ട് ഞാൻ റെഡിയായി. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാനിത് വെസ്റ്റ് സൈഡിൽ നിന്ന് എടുത്തതാണ്. കുറച്ച് ചെറുതാണോ എന്നൊരു സംശയം, പിന്നെ കുഴപ്പമില്ല, ചെറുതായിട്ടിരിക്കട്ടെ, കൊച്ചു കുട്ടിയെ പോലെ തോന്നിക്കാൻ വേണ്ടി. എന്തായാലും ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു ഗൈസ്, ഞാൻ എന്തൊക്കെ എൻ്റെ 20s ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടോ അതെല്ലാം ഞാനിപ്പം എൻ്റെ 40s ചെയ്യുന്നത് എന്നെനിക്ക് പെട്ടെന്ന് തോന്നുന്നു. കാരണം എനിക്ക് 20s എനിക്ക് ഇങ്ങനെ ആൾക്കാരെല്ലാം എന്നെ അറിയണമായിരുന്നു. ഇപ്പം അങ്ങനെ ഭയങ്കര ഫേമസ് ആയി എന്നൊന്നും അല്ല പറയണ. എവിടെയെങ്കിലും ഒരു ഓട്ടോ പിടിച്ച് പോയാലോ ഒരു ടാക്സി പിടിച്ചാലോ അതിലിരിക്കുന്ന ചേട്ടന്മാരെ ചോദിക്കും ഇന്ന ആരല്ലേ, അല്ലെങ്കിൽ കടയിൽ സാധനം വാങ്ങിക്കാൻ പോയാൽ മീൻസ് വെസ്റ്റ് സൈഡിലൊക്കെ ഇപ്പോൾ പോയപ്പോഴത്തന്നെയും ഒരു കുട്ടി പറഞ്ഞു എന്ന് ട്രിപ്പ് കഴിഞ്ഞ് വന്നു എന്നൊക്കെ ചോദിച്ചു. ഇപ്പോൾ ഒരു പാൽപ്പായസം കുടിച്ചിട്ട് കിട്ടുന്ന സുഖത്തിനേക്കാളും അല്ലെങ്കിൽ ഒരു നല്ല ഉറങ്ങി എണീറ്റ് കിട്ടുന്ന സുഖത്തിനെക്കാട്ടിലും എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷനാണ് ഇങ്ങനെ ആളുകൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. അതിൽ പരം എനിക്ക് സന്തോഷം വേറെ ഒന്നും ഇല്ല. അത് ഏതൊരു ക്രിയേറ്ററിനോട് ചോദിച്ചാലും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം എനിക്കത് പെട്ടെന്ന് പറയണം തോന്നി, അല്ലെങ്കിൽ എനിക്കതിനൊരു സമാധാനമില്ല ഗൈസ്. മേക്കപ്പ് കുറച്ച് കൂടുതലാണ്, ഞാൻ എൻ്റെ ഐബ്രോസൊക്കെ കുറച്ച് ഫില്ല് ചെയ്ത് കൊടുത്തത് കാരണം കുറച്ച് വേറൊരു മുഖമായിപ്പോയി എനിക്ക് തന്നെ തോന്നുന്നു. എന്തായാലും പിന്നെ എനിക്ക് മെയിനായിട്ടൊരു ഇൻഹിബിഷൻ ഉണ്ട് ഗൈസ്. എനിക്ക് പരിചയമില്ലാത്ത സ്ഥലത്തൊക്കെ പോകാൻ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഉള്ള ഒരാളായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ വീഡിയോ ഒക്കെ ചെയ്ത് തുടങ്ങിയതിന് ശേഷം അത് വളരെ മാറ്റമുണ്ട്. ബട്ട് ഇപ്പോഴും എനിക്ക് കുറച്ച് ഇപ്പം തന്നെ ഞാനിപ്പം പരിപാടിക്ക് പോകണു. അവിടെ മലയാളി ക്രിയേറ്റേഴ്സ് ആരെങ്കിലും ഉണ്ടോ? എന്തായാലും ഞാൻ പോവുകയാണ്. എന്താ എക്സ്പെക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടോ. ഉച്ചയ്ക്ക് ശേഷം ഇന്നിപ്പം നല്ല മഴക്കോളുണ്ട്, മാച്ച് കാണണം എന്നുണ്ട്. ബട്ട് ഡിസ്റ്റൻസ് പോകാൻ യാത്രയൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആരെങ്കിലും കൂട്ട് കിട്ടുകയാണെങ്കിൽ അവരുടെ കൂടെ പോയിട്ട് തിരിച്ചു വരണേ എനിക്ക് കുഴപ്പമില്ല. ഒറ്റയ്ക്കാണെങ്കിൽ കുറച്ച് പാടായിരിക്കും, എസ്പെഷ്യലി തിരിച്ചു വരണ ആലോചിക്കുമ്പം. തായ്ലാൻഡിൽ പോയി വെള്ളത്തിന് മുങ്ങിയതിന് ശേഷം എൻ്റെ ഫോണിൽ എന്തോ ഒരു പ്രശ്നം പറ്റുമോ എന്നൊരു സംശയം കണ്ട, ഒരു ഓറ പോലെ. പിന്നെ കണ്ണാടിക്കട നോക്കുമ്പോഴും ഉണ്ട്. എനിക്കൊന്ന് റൂമിൻ്റെ ലൈറ്റിങ്ങിൻ്റെ പ്രശ്നമായിരിക്കുമല്ലേ. അയ്യോ, എൻ്റെ iPhone 15 Pro Max പുതിയ ഫോൺ വാങ്ങിക്കാൻ സമയമായി എന്ന് തോന്നുന്നു. CP വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പുതിയ ഫോൺ വാങ്ങിക്കാൻ സമയമാണ്. ഞാൻ താമസിക്കുന്ന സ്ഥലം ഇത് കണ്ടാൽ പറയൂ മോശமான ഇടം എന്ന്. അത്ര മോശമല്ല എങ്കിലും വൃത്തി പിടിക്കില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. എവിടെയൊക്കെ എന്തോ പോർട്ടും പരിപാടികളൊക്കെയാണ്. ഇതാണ് ഫേമസ് RK ബീച്ച്, രാമകൃഷ്ണ ബീച്ച്. പാപി ചെന്നടം പാതാളം എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പം കണ്ടു. കാരണം വേറെ ഒന്നുമല്ല, കഷം. ഇവൻറ്റ് നാളെയാണ്. ഇവിടെ വന്നിറങ്ങിയപ്പോൾ തന്നെ യൂട്യൂബിൻ്റെ ഒരു ബോർഡുമില്ല, ഒന്നുമില്ല. ഈ ഇമെയിൽ എടുത്ത് നോക്കിയപ്പോൾ October 12, ഇന്ന് October 11. ഈ പരട്ട സ്ഥലത്ത് നിന്ന് എനിക്ക് എങ്ങനെയെങ്കിലും വേറെ ഏതെങ്കിലും നല്ല സ്ഥലമായിരുന്നെങ്കിൽ ഞാൻ സുഖമായിട്ട് ഇവിടെ ഒരു ദിവസം കൂടെ ജീവിച്ചേനെ. ആ പരട്ട റൂമിലോട്ട് പോകണം ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് കലിയാണ് വരുന്നത്. എനിവേസ് എവറിത്തിങ് ഈസ് ഫോർ ഗുഡ് എന്നാണല്ലോ യൂട്യൂബറിന് എന്താണ് എനിക്ക് സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ട് ഒരു ടാഗ് ലൈനോട് കൂടി ഇടാൻ പറ്റിയ വീഡിയോ ആയിരിക്കും ഇത്. എനിക്ക് കരച്ചിലും വരുന്നില്ല കേക്ക്. ഞാൻ എൻ്റെ CPയുടെ അടുത്ത് വിളിച്ച് പറഞ്ഞപ്പോൾ പോയി സിനിമ വല്ലതും കാണുക, എൻജോയ് ചെയ്യൂ, വേണമെങ്കിൽ നാളെ ഒരു ദിവസം കൂടെ സ്റ്റേ ചെയ്യൂ. എനിക്ക് സ്ഥലം ഫസ്റ്റ് ഓഫ് ഓൾ അറുപ്പും വെറുപ്പും തോന്നുന്നൊരു സ്ഥലമായിപ്പോയി. കാരണം ആൾക്കാർക്കൊന്നും ഒരു വാംത്ത് വെൽക്കമിങ് അല്ല ഫസ്റ്റ്. എന്തായാലും നാളെ രാവിലെ എനിക്ക് അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഫ്ലൈറ്റ് എന്ന് പറയുന്നത് 2:55 നമ്മുടെ ക്രിക്കറ്റ് മാച്ച് തുടങ്ങുന്നത് 3 o'clock. ഞാൻ ഇനി ഇൻഡിഗോ എയർലൈൻസിനെ വിളിച്ചിട്ട് ഫ്ലൈറ്റ് വൈകുന്നേരത്തേക്ക് പാതിരാത്രിയുള്ള ഫ്ലൈറ്റ് വരാം. ഞാൻ ഈ ഫസ്റ്റ് ഓഫ് ഓൾ ഫ്ലൈറ്റിൻ്റെ ടൈമിങ്സ് മാറ്റാൻ വേണ്ടിയാണ് 2 ദിവസം സ്റ്റേ തന്നെ അടിച്ച് കിട്ടിയിരിക്കുന്ന സ്ഥിതിക്ക് നമ്മൾ അടുത്ത പ്ലാൻസ് നോക്കട്ടെ. ഞാൻ ഇൻഡിഗോ എയർലൈൻസിനെ വിളിച്ചിട്ട് എന്താണെന്ന് നോക്കട്ടെ. ഷുവർ. ഒക്കെയാണ് മാടയാണ് കോടയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഗൈസ്, ഈ ഈവിൾ ഐ എന്ന് പറയുന്ന സാധനം സത്യമാണ്, സത്യം പറഞ്ഞാൽ. അല്ലെങ്കിൽ എനിക്ക് ഇപ്പം ഇങ്ങനെ വരേണ്ട ഒരു കാര്യവുമില്ല.
ബട്ട് ഒരേ ഒരു സന്തോഷം, എനിക്ക് ടിക്കറ്റിന് എക്സ്ട്രാ പൈസ ഒന്നും കൊടുക്കേണ്ടി വന്നില്ല. ഇവിടെ നല്ല ലൈറ്റ് ഉണ്ട്, കാണാൻ നല്ല രസമുണ്ടല്ലേ. എന്തായാലും നമുക്ക് നോവോട്ടലിൽ ഞാൻ മേക്ക് മൈ ട്രിപ്പിൽ നോക്കിയിട്ട് ഒരു വേക്കൻസി ഇല്ല. എവിടെ പോയി ചോദിച്ചു നോക്കാം. സൺഡേ രാത്രി ഞാൻ ഇവിടെ താമസിച്ചോട്ടെ, മൺഡേ ഞാൻ കറക്റ്റായിട്ട് ഇവിടുന്ന് സ്ഥലം കാലിയാക്കിക്കൊള്ളാം. അതെങ്കിലും ഒരു സമാധാനം കിട്ടട്ടെ. ഞാൻ അതെ, കളി നടക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്ഥലങ്ങളിലെല്ലാം ബുക്ക്ഡാണ്. പിന്നെ വേറൊരെണ്ണം എനിക്ക് കിട്ടി, മാരിയറ്റിൻ്റെ ഫെയർഫീൽഡ് എന്ന് പറഞ്ഞ സ്ഥലം. പക്ഷേ കളി കഴിഞ്ഞിട്ട് കുറച്ച് ഉള്ളിലോട്ടാണെന്ന് തോന്നുന്നു സ്റ്റേഡിയം. കാരണം എൻ്റെ ഇടയ്ക്കൊക്കെ നോക്കുമ്പോൾ ഒരു നാഷണൽ പാർക്കൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഊബറും ഒന്നും വിളിക്കാനുള്ള ധൈര്യമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഹോട്ടലിൽ ബുക്ക് ചെയ്തിട്ട് അവരുടെ അടുത്ത് വന്ന് പിക്കപ്പ് ചെയ്യാൻ പറയാമെന്ന് വിചാരിച്ചു. അപ്പം എനിക്ക് തിരിച്ചു പോയി രാത്രിയെ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അടുത്ത ദിവസം 4 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പം 12 മണി വരെ ഹോട്ടലിലിരിക്കാം. ചെക്കൗട്ട് ടൈം എന്തായാലും 12 ആണ്. അങ്ങനെ ഇതിന് മുന്നേ എനിക്ക് ഇങ്ങനത്തെ മണ്ടത്തരങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. ഞാൻ വിയറ്റ്നാമിൽ പോണതിന് മുന്നേ അവിടെ വിയറ്റ്നാമിൻ്റെ വിസ വേണമായിരുന്നു. അതറിയാതെ ഞാൻ എൻ്റെ US പാസ്പോർട്ട് വെച്ച് വിസ ഓൺ അറൈവലാണെന്ന് വിചാരിച്ച് ലാവിഷായിട്ടിരുന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഞാൻ വിയറ്റ്നാം ട്രിപ്പിൽ വ്ളോഗ് ചെയ്തില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കാരണം അത്രയ്ക്ക് സ്ട്രെസ്ഫുള്ളായിരുന്നു അത്. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രം എയർപോർട്ട് എത്തിക്കഴിഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത് വിസ വേണം. ഞാൻ കഴിഞ്ഞ തായ്ലൻഡ് ട്രിപ്പിൽ സോളോ ട്രിപ്പിൽ ഇത് പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ല. എന്നിട്ട് അവർ പറഞ്ഞു, പക്ഷേ ഞാനത് എയർപോർട്ട് എത്തിയപ്പോഴില്ല, തലേ സമയം അറിഞ്ഞായിരുന്നു. എന്നിട്ട് ഞാൻ എയർപോർട്ടിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു കയറ്റി വിടാൻ പറ്റില്ല, സിംഗപ്പൂർ വരെ നിങ്ങളെ വിടാം, സിംഗപ്പൂർ എത്തിയിട്ട് നിങ്ങൾ വിസ എടുത്ത് കഴിഞ്ഞിട്ട്, കാരണം സിംഗപ്പൂർ ട്രാവൽ ചെയ്യാൻ വേണ്ടി എനിക്ക് വിസ വേണ്ട, സിംഗപ്പൂരിൽ നിന്ന് പക്ഷേ നിങ്ങൾ വിസ കിട്ടിയാലേ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ തലേ ദിവസമേ എന്തായാലും അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരടുത്ത് പറഞ്ഞു ഞാൻ ഈ സമയത്ത് എനിക്ക് സിംഗപ്പൂരിൽ നിന്ന്, ബട്ട് ഞാൻ സിംഗപ്പൂരിൽ നിന്നുള്ള ഫ്ലൈറ്റ് എനിക്ക് പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വന്നു. അതിൽ കുറച്ച് എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വന്നു. എന്നിട്ട് അത്രയും നേരം വെയിറ്റ് ചെയ്ത് അത് ബോർഡ് ചെയ്യുന്നതിന് ഏകദേശം 1 മണിക്കൂർ മുന്നേ എന്തോ എനിക്ക് വിസ വന്ന്, അതുകൊണ്ട് ഞാൻ അവർ ബോർഡ് ചെയ്യാൻ സമ്മതിച്ച്. അങ്ങനെയായിരുന്നു വിയറ്റ്നാം ട്രിപ്പ്. അയ്യോ, അത് ഭയങ്കര സ്ട്രെസ്ഫുള്ളായിരുന്നു. അത് കാരണം എനിക്ക് ട്രിവാൻഡ്രം എയർപോർട്ടിൽ തൊട്ട് തുടങ്ങിയ വയറ്റിളക്കം വിയറ്റ്നാമിൽ ചെന്നിട്ടാണ് നിന്നത്. സ്ട്രെസ്സ് കാരണം ഉണ്ടായതാണ്. ഇന്ന് പക്ഷേ എനിക്ക് അത്ര സ്ട്രെസ്സൊന്നുമില്ല, എനിക്ക് സ്ട്രെസ്സ് വരുന്നില്ല. എനിക്ക് വേസ്റ്റഡ് എന്നുള്ളൊരു ഫീലിംഗാണ്. അമ്മ എല്ലാം അറിയുന്നുണ്ട്. ഞാൻ അമ്മയുടെ അടുത്ത് മാറ്റി പറഞ്ഞ് മൺഡേ ആണ് ശരിക്കുള്ള റിട്ടേൺ ഡേറ്റ്, മൺഡേ വരും എന്നാണ്, മൺഡേ എന്തായാലും ഉള്ളൂ, അതുകൊണ്ട് ഇന്ന് ഡേറ്റ് തെറ്റിയോട്ട് കുഴപ്പമില്ല. അപ്പോൾ അതാ മെസ്സേജ് വന്നിരിക്കുന്നത്, സൺഡേ വരും എന്നല്ലേ പറഞ്ഞത്, കൺഫേം, മൺഡേ ആയിരുന്നു ടിക്കറ്റ് നേരത്തെ എടുത്തത്. മൺഡേ മൺഡേ ആയിരുന്നു ടിക്കറ്റ് എടുത്തത് എന്ന് ജസ്റ്റ് പറഞ്ഞേക്കാം. അല്ലെങ്കിൽ വെറുതെ ടെൻഷൻ അടിച്ചിട്ട് ഇനി ആകെ അലമ്പാക്കും. അതിനെക്കാട്ടി ഇങ്ങനെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. വെറുതെ ടെൻഷൻ അടിപ്പിക്കണ്ട, എനിക്ക് 2 ദിവസം കൂടെ നിൽക്കാനുള്ളത്. എന്തായാലും നമ്മുടെ ട്രിപ്പ് മൂഞ്ചി. ഇനിയിപ്പോൾ എന്തായാലും ഫുള്ളായിട്ട് മൂഞ്ചി തിരിഞ്ഞിട്ട് നിർത്താമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ 90 മിനിറ്റ്സ് കാമിങ് മെസ്സാജാണ് എടുക്കുന്നത്. ഓക്കെ, ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തോട്ടെ. പ്രശ്നത്തിലായാൽ അതിനെ എങ്ങനെയെങ്കിലും നമ്മൾ തരണം ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഞാൻ ഇപ്പം അതാ ഇതൊരു ചെറിയ കാര്യമാണ്, ഇത് ഏത് ലെവൽ ഓഫ് പ്രശ്നങ്ങൾ വരെ ആവാം. അതാണ് പറയുന്നത്, ലൈഫിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്തതായിട്ട് കാര്യങ്ങളൊന്നും ഇല്ല. എനിക്കും കൂടെ വേണ്ടിയുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റായിട്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് നല്ലൊരു ഞാനിരുന്ന നേരത്തെ ഇരുന്ന സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ നിന്ന് ഇപ്പോഴത്തെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ടോട്ടലി ഡിഫറെൻറ്റ്. നല്ലൊരു കാം. സത്യം പറഞ്ഞാൽ നമുക്ക് ഒരിടത്തിരുന്ന് തനിയെ മെഡിറ്റേറ്റ് ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ അടിപൊളിയാണ്, നമുക്ക് എപ്പോഴും ആ ഒരു ലെവലിൽ. പക്ഷേ എനിക്കാണെങ്കിൽ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞൊരു സാധനം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മൈൻഡിൽ കൂടെ വരാത്ത ഒരു സാധനവും ഇല്ല. ചറവറ എന്തെങ്കിലുമൊക്കെ കയറി വരും. ഇപ്പോൾ തന്നെ മസാജ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഫുള്ള് ഞാൻ ഓരോന്നൊക്കെ ആലോചിച്ചു. ബട്ട് സ്റ്റിൽ എനിക്ക് ഭയങ്കര റിഫ്രഷിങ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു എല്ലാ മനുഷ്യരും അങ്ങനെ സ്വാമിമാർ പോലെയുള്ള ആൾക്കാരൊക്കെ മാത്രമല്ലേ ഇങ്ങനെ ഓരോരുത്തിരുന്ന വേറെ ഒന്നും ആലോചിക്കാതെ അത് മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ മസാജ് ചെയ്യുന്നതിന് മുന്നേ എൻ്റെ ഹോട്ടലിൽ പോയിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് അരമണിക്കൂർ സംസാരിച്ചു. അത് ഞാൻ പറഞ്ഞാൽ ചില സമയത്ത് നമ്മുടെ ലൈഫിൽ ചില ആൾക്കാർ വരണത് നമുക്ക് ഹെൽപ്പിനായിരിക്കും. ലൈക്ക് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ആരെയായിരിക്കും വിളിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ എനിക്കിപ്പോൾ ആദ്യം എവിടെ ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിയപ്പോഴത്തേക്ക് എനിക്ക് ആദ്യം വിളിക്കാൻ തോന്നുന്നത് എൻ്റെ ഫ്രണ്ടിനെയാണ്. വേറെ ആരും എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും അങ്ങനത്തെ ഒരു ടു ഗോ പേഴ്സൺ കാണുമായിരിക്കും. ആ പേഴ്സൺ ഇല്ലെങ്കിൽ നാച്ചുറലി നമ്മുടെ ലൈഫിൽ
ആ പേഴ്സൺ ഇല്ലയെന്ന് വെച്ചോ, 1 fine day she is not available. നമ്മൾ മനുഷ്യർ എങ്ങനെയാണെന്ന് ഓട്ടോമാറ്റിക്കലി നമ്മൾ അഡ്ജസ്റ്റ് ആവും, വേറെ ഒരാളുമായിട്ട് നമ്മൾ സെറ്റ് ആവും. അങ്ങനെ നമ്മൾ മനുഷ്യർ നമുക്ക് എപ്പോഴും ആരെങ്കിലുമൊക്കെ വേണമല്ലോ. ഫിലോസഫി കുറച്ച് കൂടി പോയി. ആൻഡ് പൈസ വരും പോവും. പൈസ എന്ന് പറഞ്ഞാൽ ചിലവാക്കാൻ വേണ്ടിയുള്ളതല്ലേ, അല്ല നമ്മുടെയൊക്കെ വീട്ടുകാരെ പോലെ പൈസയെ സമ്പാദിച്ച് ജീവിതകാലം ഫുള്ള് പിശുക്കി ജീവിച്ച് അവസാനം ഈ പൈസയെല്ലാം എവിടെ എടുത്തുകൊണ്ട് അവർ പോവും, അതുമില്ല. അതെല്ലാം കൂടെ എടുത്ത് അവരുടെ ഫ്യൂച്ചർ ജനറേഷന് കൊടുക്കും. അവരതെല്ലാം കൂടെ വിറ്റ് തിന്ന് ലാവിഷായിട്ട് മേ ബി അങ്ങനത്തെ പിള്ളേരാണെങ്കിൽ, അല്ലെങ്കിൽ സെയിം തിങ് ആപ്ലിക്കബിൾ ടു ആർക്കാണോ അത് കൊടുത്തത്, അവരും പിശുക്കി ജീവിച്ചിട്ട് അവരുടെ വരും തലമുറയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. എന്തായാലും നാളെ ഇവിടെ യൂട്യൂബിൻ്റെ പരിപാടിക്ക് വരുമ്പോൾ ഒരു കോൺഫറൻസ് ഹോളിലായിരിക്കുമല്ലോ എന്തായാലും പരിപാടി, PPT പ്രസൻറ്റേഷൻ എല്ലാം കാണും. ഫുഡ് എവിടെയാണോ ഒന്ന് തരാൻ പോകണം, മേ ബി സ്പെസിഫിക് ടു യൂട്യൂബേഴ്സ് എന്തെങ്കിലും വേറെ എവിടെയെങ്കിലും വെച്ചായിരിക്കും. ഒരു വലിയ കപ്പൽ കുറേ നേരമായിട്ട് നങ്കൂരം ഇട്ട് നടക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നെനിക്ക് കാണാൻ പറ്റുമോ? അയ്യോ അതിലൊട്ടും കാണാൻ പറ്റുന്നില്ല അല്ലേ? അല്ലല്ല അതാ ഇതുണ്ടോ, ഭയങ്കര ഹ്യൂജ് ആയിരുന്നു കുറേ നേരം മുന്നേ, ഇപ്പം അങ്ങ് ദൂരെ പോയി. ഇപ്പം വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇവർ പിള്ളേരെയും ഭർത്താവിനെയൊക്കെ വിട്ടിട്ട് പിന്നെയും ട്രിപ്പ് വന്നിരിക്കുന്നുണ്ടോ ഗൈസ്. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കങ്ങനെ തോന്നാറില്ല. ഞാൻ ലാസ്റ്റ് ടൈം കൊച്ചിയിലുണ്ടായിരുന്ന ഒരു യൂട്യൂബിൻ്റെ പരിപാടിക്ക് ഞാൻ പോയില്ല. കൊച്ചി വരെ പോകാൻ പോലും എൻ്റെ മനസ്സ് എൻ്റെ ഭർത്താവിനെയും കുട്ടികളെയും വിട്ടു പോകാൻ അനുവദിച്ചിട്ടില്ല എനിക്ക്. എസ്പെഷ്യലി ഒറ്റയ്ക്കാകുമ്പോഴാണ് ഞാൻ ആ സ്റ്റെപ്പ് മിക്കപ്പോഴും എടുക്കുന്നത്, പോകണ്ട എന്ന് വിചാരിക്കുന്നു. പിന്നെ എനിക്ക് പരിചയക്കാരും അന്ന് അവിടെ വരുന്നില്ലായിരുന്നു എന്നും പറഞ്ഞു. പിന്നെ ഇത്തവണ എന്തോ സംതിങ് ഇൻസൈഡ് മീ സെഡ് ഗോ 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 അപ്പോൾ ഞാൻ വന്നതാണ്. ഇപ്പോൾ എന്തായാലും എനിക്ക് കുറ്റബോധം നന്നായിട്ടുണ്ട്, പിള്ളേരെ ഇത്ര പെട്ടെന്ന് തന്നെ ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട്. പക്ഷെ അവർക്ക് അങ്ങനെ ഒരു മിസ്സിങ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എൻ്റെ ഹസ്ബൻഡ് അവരെ അത്രയ്ക്കും ആണ് എൻ്റർടൈൻ ചെയ്യുന്നത്. ഞാൻ ഇല്ലെങ്കിലും, ഞാൻ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ എല്ലാവരും ടോർച്ചർ ചെയ്യും, പഠിക്കുക, അത് ചെയ്യും, TV ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ ബുക്ക് വായിക്കുക, അല്ലെങ്കിൽ പോയി കളിക്കുക, എന്തെങ്കിലും ഇങ്ങനെ ഫുൾ ടൈം ചിലച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പിള്ളേർക്ക് ഞാനില്ല, നാച്ചുറലി എല്ലാ വീട്ടിലും അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്ന് പറഞ്ഞ് ഞാൻ ഉള്ളത് അവർക്കൊരു പ്രശ്നമല്ല. ബട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ചെറിയ ട്രിപ്സൊക്കെ അവർ എൻജോയ് ചെയ്യുവാണ് മോസ്റ്റ്ലി ചെയ്യാറുള്ളത്. ഒരു ദിവസം എൻ്റെ വീട്ടിൻ്റെ കൂടെയാണ്, എൻ്റെ അമ്മേച്ചൻ്റെ കൂടെയാണ്. ഇന്നിപ്പം ഡാൻസ് ഉണ്ട്, പിന്നെ ഫുട്ബോളുണ്ട്, അപ്പം തിരക്കായിരിക്കും. രാത്രി പിന്നെ അവർ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി കളിക്കും. അപ്പം ബേസിക്കലി അങ്ങനെ മിസ് ചെയ്യാനൊരു ചാൻസ് എൻ്റെ ഹസ്ബൻഡ് കൊടുക്കില്ല എന്നുള്ളതാണ് ഒരു മെയിൻ തിങ്. ആ രാഷ്ട്രീയത്തിൽ കൂടുതൽ എൻ്റർടൈൻഡ് ആണ്, അതുകൊണ്ടൊരു എനിക്കൊരു സമാധാനമുണ്ട്. പക്ഷേ എനിക്കൊരു ഗട്ട് ഫീലിംഗ് ഉണ്ടല്ലോ, എൻ്റെ പിള്ളേരെ ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ എപ്പോഴും പോകുന്നു. ഇനി അപ്പം ഞാൻ വിചാരിച്ചോണ്ട് ഇനി അടുത്തൊരു 3 മാസത്തേക്ക് ഒരിടത്ത് പോകില്ല എന്നൊക്കെയാണ് ഇപ്പോഴത്തെ പ്ലാൻ കേട്ടോ. ഞാൻ അച്ചാറി ബിണ്ടിയും തന്തൂരി റൊട്ടിയാണ് ഓർഡർ ചെയ്തത്. എൻ്റെ വീട്ടിലൊരൊറ്റ എണ്ണത്തിന് ഈ വെണ്ടയ്ക്കാന്ന് പറഞ്ഞ സാധനം ഇഷ്ടമല്ല. എനിക്കാണെങ്കിൽ അത് ഏത് ഫോമിൽ കിട്ടിയാലും ഞാൻ കഴിക്കും. അതുകൊണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് വരുമ്പോൾ പറ്റണമെങ്കിൽ ഞാൻ ബിണ്ടിയാണ് ഭയങ്കരമുള്ളത്. ഓൾമോസ്റ്റ് മിഡ് ടു ലേറ്റ് 30s വരെ നമ്മൾ ജോലി എന്ന് പറഞ്ഞാൽ ഒന്നിനും സമയമില്ലാതെ നടക്കുമല്ലോ. ഒരു 40s ഒക്കെ തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് സത്യം പറഞ്ഞാൽ മിഡ് ലൈഫ് ക്രൈസിസ് ഹിറ്റ് ചെയ്ത് തുടങ്ങും. നമുക്ക് മൊത്തത്തിലൊരു കൺഫ്യൂഷനാണ്, എന്താണ് നമ്മൾ, എന്തിനാണ് ഇവിടെ, എന്തും ശരിയല്ലല്ലോ. അങ്ങനെ ഒരു ക്രൈസിസിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ യൂട്യൂബർ ആവുന്നത് തന്നെ. അതില്ലാത്ത ആൾക്കാർ വളരെ ലക്കിയാണെന്ന് ഞാൻ പറയും. ബട്ട് ആ സമയത്ത് നിങ്ങൾക്ക് ആ ഉൾവിളി വരുമ്പോൾ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്ത് നിങ്ങളത് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം അത് ചെയ്തു കഴിഞ്ഞാൽ അത് സക്സസ് ആകും. കാരണം ആ സമയത്ത് ആ ഉൾവിളി ഉണ്ടല്ലോ, വല്ലാത്തൊരു ഉൾവിളിയാണ്. അങ്ങനെയാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെയും കേസിൽ അറ്റ്ലീസ്റ്റ് സംഭവിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞ ഏത് ഏജിലാണെങ്കിലും ഉൾവിളികൾ വന്നാൽ അത് ചെയ്യണം എന്നാണ്. കാരണം അതിൻ്റെ അർത്ഥം നിങ്ങൾ റൈറ്റ് ഡയറക്ഷനിലല്ല പോകണം, നിങ്ങളുടെ മൈൻഡ് വേറെ എവിടെയോ ആണ്. എനിക്ക് ആക്ച്വലി നേരത്തെ IT വർക്ക് ചെയ്യേണ്ട എന്നുള്ള ഉൾവിളി ഉണ്ടായിരുന്നു. പിന്നെ ഈ പല ആൾക്കാർക്കും മണി ഒരു ക്രൈസിസ് നാട്ടിലോട്ട് വന്നതുകൊണ്ട്, പിന്നെ ഉൾവിളി ഉള്ളത് കൊണ്ട് ആ ഡിസിഷൻ എനിക്ക് എടുക്കാൻ ഈസി ആയിരുന്നു. സോ നിങ്ങളുടെ രീതിയിൽ നിങ്ങളുടെ ഉൾവിളികൾ നിങ്ങൾക്ക് നടപ്പാക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പിന്നെ ഗൈസ്, ഞാനിപ്പം ഒരു 40s ഒക്കെ കഴിയുമ്പം, അത് 20s ഉള്ള ആൾക്കാർ കേൾക്കണമെങ്കിൽ മേ ബി നിങ്ങൾ 40s അപ്ലൈ ചെയ്യാം. 40s ആകുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കും. നമ്മളിപ്പം ന്യൂ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഞാൻ സ്വിമ്മിങ് പഠിച്ചത് 40s
പിന്നെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ എനിക്ക് ഒരുപാട് നാളായിട്ട് ആഗ്രഹമുണ്ട് പഠിക്കാൻ, എന്തെങ്കിലും മ്യൂസിക് ഇൻസ്ട്രുമെൻസോ അതൊക്കെ ചെയ്യുമ്പം കുറച്ചൊരു എന്തെങ്കിലുമൊക്കെ ഒരു ഉണർവ് വരും എന്നായിരിക്കും. ജസ്റ്റ് ഓൾറെഡി ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഭയങ്കര ഗുഡ്. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ ഇപ്പോൾ ഈവൻറ്റ് 40s അല്ലെങ്കിലും സെയിം തിങ് ചെയ്യാവുന്നതാണ്. ബട്ട് ആ സമയത്തൊന്നും ഞാൻ ചെയ്യാത്തതിൽ ഞാൻ പശ്ചാത്തപിക്കുന്നു. ഇപ്പം ഞാൻ പുതുതായിട്ടൊരു കാര്യം കളരി തുടങ്ങി. പക്ഷേ എൻ്റെ ബോഡി ജനറലി ഭയങ്കര വീക്കാണ്, എപ്പോഴും ഭയങ്കര പെയിനൊക്കെയാണ്. എത്രത്തോളം എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന അറിയണം. കാരണം ഇപ്പം തന്നെ എനിക്ക് ബോൺ ഡെൻസിറ്റി ലോ ആയതുകൊണ്ട് ആണെന്ന് അറിഞ്ഞൂടാ. പക്ഷേ നിർത്താറില്ല. വേദന ഉണ്ടെന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാതിരിക്കില്ല. എല്ലാവർക്കും പറഞ്ഞത് പോലെ മസിൽ പെയിൻ ആയിരിക്കാം ചിലപ്പോൾ എനിക്ക് വന്നത്. ബോൺ ഡെൻസിറ്റി ലോ അല്ല, മോഡറേറ്റ്ലി ലോ മാത്രമേ ഉള്ളൂ. ബട്ട് അതെനിക്ക് മനസ്സിലായി, എനിക്ക് എന്തോ കുഴപ്പമുണ്ട്. കാരണം എൻ്റെ കാലൊക്കെ എപ്പോഴും ഭയങ്കര കഴപ്പാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴൊക്കെ. അങ്ങനെ പക്ഷേ ഞാൻ ചെയ്യും, എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ബുക്ക് വെച്ച് ഓരോന്നും പഠിക്കുന്നതിനെക്കാട്ടിയും ഇങ്ങനെ ഓരോന്നൊക്കെ ഫിസിക്കലി ചെയ്യണതാണ് ഇഷ്ടം. ഇന്നലെ നമ്മളിപ്പോൾ എൻട്രൻസ് അല്ല, വേറെ എൻട്രൻസ് കൂടെയാണ് കയറ്റി വിടുന്നത്. ചെറിയ സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു. ഗൈസ്, നമ്മൾ സ്ഥലം പരിചയപ്പെടാൻ വേണ്ടി ഇന്നലെ എല്ലാം കറങ്ങിയൊക്കെ നടന്നെങ്കിലും ഇത് ടോട്ടലി വേറെ സെറ്റപ്പാണ്. ഇവിടെയാണ് നമ്മുടെ രജിസ്ട്രേഷനൊന്നും തുടങ്ങിയിട്ടില്ല. പിന്നെ ഞാൻ എന്നെ തന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി എന്തിനാണ് ഈ ഇവൻറ്റിന് വന്നത് എന്നുള്ളതൊരു ഇങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോൾ ഗൈസ്, ഇത് വിമൻസ് ഓൺലി ഇവൻറ്റാണ്. ഒരു വിമൻസ് ഓൺലി യൂട്യൂബിൻ്റെ ഇവൻറ്റ് നടക്കുമ്പോൾ നമുക്കതിൽ നിന്നും ഇൻവൈറ്റ് വരികയും പോകാൻ പറ്റുകയും ആൻഡ് ക്രിക്കറ്റ് ഇതുവരെയായിട്ടും പരിപാടി തുടങ്ങിയിട്ടില്ല. നമ്മൾ ടിക്കറ്റ് എന്തായാലും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്ര നേരത്തെ ഇവിടെ നട്ടീരി കിടക്കണേലേ ഞങ്ങളെ കണ്ട് നിങ്ങൾക്ക് തരാ ഉവയെന്നൊരു സ്ത്രീ പറഞ്ഞിട്ട് പോയി. 3, 2, 1, action. So you think I'm that big? Made my day. See, every shot a cricketer takes is completely new for them, right? Similarly, our videos also, we don't know what to expect. You are onto something. I think your part we can ഗൈസ്, എനിക്കൊരു മലയാളി കണ്ടന്റ് ക്രിയേറ്ററിനെ കിട്ടി. കുട്ടി ഇങ്ങോട്ട് തിരിയൂ. കുട്ടി MBBS നീറ്റ് വീഡിയോസ് ചെയ്യുന്ന കുട്ടിയാണ്. കുട്ടി കണ്ടിട്ടില്ലെങ്കിൽ ശ്രദ്ധിച്ചോളൂ. ആകെ ഒരു മലയാളി 3 ദിവസമായിട്ട് ഞാൻ മലയാളം സംസാരിച്ചു. This one I have to do it. Actually, I have to first. Oh, okay. Okay. Sure. Roll. Yeah. Camera rolling. Rolling and action. Press. Tap. Correct. One more. उसमें टैप होकर स्क्रीन ऑन. ഇതൊക്കെയായിരുന്നു മലപ്പുറം കത്തി ബുഫയൊക്കെ കിട്ടുന്ന നമ്മൾ വിചാരിച്ച ഹോട്ടലിന് എന്തൊക്കെ ഇത് ആകപ്പാടെ തന്നത് ഒരു പെട്ടിയാണ്. ഈ പെട്ടി തുറന്ന് നോക്കി അറിയാം എന്ത് ഫുഡാണ് തന്നേക്കുന്നതെന്ന്. പിന്നെ വേറൊരു പെട്ടിയും ഒരു സഞ്ചിയും കിട്ടി യൂട്യൂബിൻ്റെ. അതിനകത്ത് എന്താണ് എന്നറിയണം. മിക്കവാറും യൂട്യൂബിൻ്റെ വല്ല ബൾബ് പോലത്തെ സാധനങ്ങളും ആയിരിക്കും. ഇനി എന്തായാലും നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ കാണിച്ചു. സ്വാതി നിന്ന ഹോട്ടൽ നല്ലതായിരുന്നു എന്നാണ്. വൃത്തിയുണ്ടായിരുന്നു. ഞാനും ആരടുത്തെങ്കിലും ചോദിച്ചിട്ട് ബുക്ക് ചെയ്താൽ മതിയായിരുന്നു. ഞാൻ എൻ്റെ ക്ലാസ്മേറ്റിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ബുക്ക് ചെയ്തത്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ? അത് കൊള്ളായിരുന്നു. കുഴപ്പമില്ല. കൈൻഡ് മലയാളി ഫുഡായിരുന്നു. മറ്റേ വട, ഇഡ്ഡലി. എനിക്കും അതൊക്കെ തന്നെ. പക്ഷെ സാമ്പാർ കുറച്ച് മധുരമായിരുന്നു. ഞാൻ സാമ്പാർ കൂട്ടിയില്ല. ഫുഡ് കൊള്ളായിരുന്നു എൻ്റേത്. പക്ഷെ ബാത്റൂം കൊള്ളൂലായിരുന്നു. 2-3 ചെറിയ പാറ്റയൊക്കെ കണ്ട് ഞാൻ. അതുകൊണ്ട് ഞാൻ ബെഡിലായിരുന്നു ഫുൾ ടൈം, പുറത്തിറങ്ങിയില്ല എന്നുള്ളതാണ്. പക്ഷെ അവിടെ നല്ലതായിരുന്നു. ഞാൻ ഇന്ന് കുറച്ച് നേരം നിന്നുള്ളൂ അവിടെ. ഇന്നലെ രാത്രി ചെക്ക് ഇൻ ചെയ്തു. പുതിയതായിരുന്നിരിക്കും കമ്പാരിറ്റീവ്ലി. എൻ്റെ നല്ല പഴയതാണ്, ചിലപ്പോൾ അതായിരിക്കാം. അപ്പം നമുക്ക് ഫുഡ് കഴിച്ചാലോ? സ്റ്റാർട്ട് മാഗി എന്തൊക്കെയാണുള്ളത് നോക്കാം. എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി. അന്ന് ചിക്കൻ സൂപ്പ്, എന്തോ ബ്രൗണി, അതെന്തായിരുന്നു ഇത്? അതും സൂപ്പാണ്. 2 സൂപ്പോ? ഞാൻ എല്ലാം തറയിൽ ഇപ്പോൾ തന്നെ വാരി ഇട്ടു. നെക്സ്റ്റ് ഈസ് വൈറ്റ് റൈസ്, പിന്നെ നൂഡിൽസ്, പിന്നെ എന്താണിത്? ചമ്മന്തിയോ എന്തോ ഒരു സാധനം. പിന്നെ
പിന്നെ അതുപോലെ എന്തോ ഒരു സാധനം. ഫുഡ് എങ്ങനെയുണ്ട്? കൊള്ളാമോ? എന്ത് തോന്നേ ഈ സോസ് ഈ നൂഡിൽസിനകത്ത് മിക്സ് ചെയ്യാനുള്ളതാണോ? അതെ, ഇത് മിക്സ് ചെയ്യാനുള്ളതല്ല. ഒരു ഐഡിയ ഇല്ല, രണ്ടും ഒരേപോലെ ഇരിക്കുന്ന രണ്ട് സാധനങ്ങൾ. രണ്ടും ഒരേപോലെ ഉണ്ടല്ലോ. ടേസ്റ്റൊക്കെ ഉണ്ടല്ലേ, പക്ഷെ തണുത്ത് പോയതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. വേറെ കിട്ടിയാ? അയ്യോ, അത് കുറച്ചും കൂടെ കാണാൻ കൊള്ളാം. സെയിം പൈപ്പ് 100 തന്നെയാണ്. നമ്മൾക്ക് വേണ്ടി സ്പെഷ്യലി ഗൂഗിൾ ബോക്സ്, എന്താണ് ബോക്സ് ആണോ എന്തോ, പെൻസിൽ ബോക്സ് പോലെ എന്തോ ഒരു ബോക്സിലോട്ട് കൊണ്ടുപോകാൻ. നമ്മളിരിക്കുന്ന സ്ഥലമാണ് ബോക്സ് ബേസിക്കലി. ബോക്സ് ഒക്കെ ഉണ്ടോ? നമ്മൾ അയ്യോ അടിപൊളി ബോക്സ് ആണ്. വരും നമുക്ക് കാണാം. നമ്മളിരിക്കുന്ന ജീവിതത്തിൽ ആദ്യമായി ക്രിക്കറ്റ് കാണാൻ പോകുന്ന ഒരു അടിപൊളി സീറ്റ്, അടിപൊളി സീറ്റ്. ഇവിടെ നമുക്ക് കുറച്ച് സ്നാക്സും ബസ്സിൽ വെച്ച് ഫുഡ്, അഴുക്ക ഫുഡ് കഴിച്ചത് വെറുതെ വയറ് നിറച്ചു. ഇവിടെ കുറച്ചും കൂടെ നല്ല ഫുഡ് ഉണ്ടായിരുന്നു. വയറിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് പിന്നെ ദഹിക്കാൻ വേണ്ടി നമ്മൾ എന്താ എടുത്ത ഗ്രീൻ ടീ, പക്ഷെ അതിൽ നമ്മൾ പഞ്ചാര ആഡ് ചെയ്ത് മധുരമാക്കി. കുറച്ച് വിശപ്പ് വന്നിട്ട് വേണം ബാക്കി ഫുഡ് തട്ടാൻ. എൻ്റെ ഈ സൈഡിൽ ഇരിക്കുന്ന ആൾ ഡോക്ടറിനെ പഠിക്കുന്ന ആൾ, ഈ സൈഡിൽ ഇരിക്കുന്ന ആൾ ഫോറൻസിക് ആയിട്ട്, പിന്നെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്. ഞാൻ മാത്രമേ ഉള്ളൂ മൃതദേഹങ്ങളുമായി അധികം ബന്ധമില്ലാത്ത. മഞ്ചേരി ആയപ്പോൾ തന്നെ കളികളൊന്നും ഫുള്ള് കാണാതെ പതുക്കെ ഇവിടുന്ന് സ്കൂട്ടാവുകയാണ്. ലേറ്റ് ആയതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് തന്നെ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും ഇവർ മനഃപൂർവ്വം നമ്മളെ അത് മനസ്സിലാക്കി നമ്മൾ ഷട്ടിലിൽ കൊണ്ടുപോവുകയാണ്. തിരിച്ച് ഹോട്ടലിൽ തന്നെ പോയിട്ട് ഞാൻ എൻ്റെ സ്വന്തം പൈസ കൊണ്ട് ഊബർ പിടിച്ച് ഫെയർഫീൽഡ് മാരിയറ്റിലാണ് ഇന്ന് രാത്രി നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്നത്. അവിടെ ചെന്നിട്ട് ബാക്കി നമുക്ക് നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്താലും ഈ രാത്രി ഒറ്റയ്ക്ക് ഊബറിൽ വരുന്നത് ഭയങ്കര ടെൻഷനാണ്. നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടോ പെണ്ണുങ്ങൾക്ക്, നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഏത് നാട്ടിൽ പോയാലും ഒരു മനസ്സിൻ്റെ അകത്തൊരു ഒരു 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 അങ്കലാപ്പാണ് എപ്പോഴും. എന്തിനാ പറയുന്നത്? പകലാണെങ്കിൽ പോലും പരിചയമില്ലാത്ത സ്ഥലത്ത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മിക്കവാറും ആണുങ്ങൾക്ക് അങ്ങനത്തെ ഒരു വറിയേ കാണില്ലായിരിക്കും അല്ലേ ജീവിതത്തിൽ, ഒറ്റയ്ക്ക് എവിടെ പോകാനും. ബട്ട് വൈ നമ്മുടെ ഇന്ത്യൻ നയത്തിൽ രീതികളിൽ കമ്പാരിറ്റീവ്ലി വിശാഖപട്ടണം പെണ്ണുങ്ങൾ സേഫറാണെന്നുള്ള ഒരു സെറ്റപ്പാണ്. ബട്ട് എല്ലായിടത്തും പ്രശ്നങ്ങൾ, വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ വരുന്ന നമ്മൾ കേൾക്കുന്നതൊക്കെ ഉണ്ടല്ലോ കേസസൊക്കെ. അതുകൊണ്ട് എപ്പോഴും ഒരു ടെൻഷനാണ്. എന്നും നമ്മൾ പെണ്ണുങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ ഒരു ഭയവുമില്ലാതെ ഇറങ്ങി നടക്കാൻ പറ്റും, അന്ന് നമ്മുടെ നാട് വേറൊരു ലെവലിലേക്ക് പോകുമെന്ന് ഞാൻ പറയും. എന്തായാലും ഇത്തവണത്തെ ട്രിപ്പ് കുറച്ച് എക്സ്റ്റെൻഡഡ് ആയി പോയി. എൻ്റെ മാനസിക സന്തുലിതാവസ്ഥ ശരിയില്ലാത്തതുകൊണ്ടാണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ എവിടെയെങ്കിലും പോകുമ്പോൾ ഡേറ്റ് തെറ്റി, എനിക്ക് മാത്രമേ മിക്കവാറും ഇന്ന് വന്ന ആൾക്കാരിൽ, ബട്ട് ഇന്ന് വളരെ കുറവ് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്നൊക്കെ പറഞ്ഞിട്ട് ആകപ്പാടെ 10-30 പേര് മാക്സിമം കാണുമായിരിക്കും. എനിക്ക് തോന്നുന്നു കുറേ പേര് രജിസ്റ്റർ ചെയ്തിട്ട് വരാത്തവരായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പം വിശാഖപട്ടണം ആയതുകൊണ്ട് തന്നെ പല ആൾക്കാരും വന്നു കാണുമല്ലോ. ഞാൻ എടുത്തത് എന്തായാലും ഒരു വലിയൊരു റിസ്ക് തന്നെയാണ്. എന്തോ ഞാൻ ഈ വിമൻസ് ഒള്ളിയും പിന്നെ ഈ ക്രിക്കറ്റും കണ്ടിട്ടാണ് ഞാൻ എക്സൈറ്റഡ് ആയിട്ട് ഇറങ്ങി തിരിച്ചത്. ബട്ട് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നില്ല സോ ഫാർ. എനിക്ക് കുറേ ഇപ്പം നമ്മൾ അവിടുത്തെ മലയാളികൾ 3 പേരുണ്ടായിരുന്നത് തന്നെ വളരെ സന്തോഷം. ആക്ച്വലി ബോറടിച്ചില്ല, ഫണ്ണായിരുന്നു. സോ ഇനി നമുക്ക് നാളെ വരെ റിസോർട്ടിൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം. ഗൈസ്, നിങ്ങൾ ഞാൻ പറഞ്ഞ വിശ്വസിക്കില്ല, എൻ്റെ റൂം സൂട്ട് റൂം ആക്കി എനിക്ക് അപ്ഗ്രേഡ് കിട്ടി ഗൈസ്, മാരിയറ്റ്. ഓ മൈ ഗോഡ്, ഇത് ഭയങ്കരമാണ്. ഞാൻ മറ്റേ റൂമിൽ ചെക്ക് ഇൻ ചെയ്തപ്പോൾ എന്ന് വിഷമിച്ച് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇപ്പം നോക്ക്, രാജകീയ ജീവിതമാണ്. ഞാൻ ഫസ്റ്റ് തൊട്ട് ഞാൻ റൂമിൻ്റെ ടൂർ തരുന്നതായിരിക്കും. ഫസ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് നടന്ന് വരുമ്പോൾ തന്നെ ഒരു ചെറിയ കക്കൂസ് ഉണ്ട്. ഈ കക്കൂസ് ഒറ്റ ആളാണ്. ബേസിക്കലി ഇവിടെ എനിക്ക് ഓവർ സൗകര്യങ്ങളാണുള്ളത് കേട്ടോ. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഫ്രണ്ട് റൂമുണ്ട്.
അവിടെ നിന്ന് എൻ്റെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ചുമ്മാ ലാവിഷായിട്ട് വാരി ഇട്ടിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ ഞാൻ ആക്ച്വലി കാണിച്ചു തരാം. വ്യൂ ഇസ് ദിസ്. അത്ര വ്യൂ ഒന്നും ഇല്ല, ജസ്റ്റ് സിറ്റി മതി. രാവിലെ ചിലപ്പോൾ നല്ല കടലൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റിയ ജസ്റ്റ് നോർമൽ വ്യൂ. പിന്നെ ആക്ച്വലി ഡൽഹി ഓൾഡ് ഡൽഹി എന്ന് പറയുന്ന പോലെ ഇവിടെ എന്തോ സെറ്റപ്പ് ഉണ്ടാകും. കാരണം ഇപ്പം ഞാൻ വന്ന വഴിയൊക്കെ ഭയങ്കര കുറച്ച് ഡീസൻ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ താമസിച്ച പോർട്ടിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ അവിടെ അങ്ങനത്തെ വർക്കർ ക്ലാസ് താമസിക്കുന്ന സ്ഥലമായതുകൊണ്ട് കുറച്ച് അത്യാവശ്യം ബിസി ആൻഡ് അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആയിരുന്നിരിക്കാം മേ ബി. കാരണം ഞാൻ സ്ഥലത്തിന് തെറ്റിദ്ധരിച്ചു. ഇവിടെ അത്യാവശ്യം നല്ല റെഡി സ്റ്റഡി. എൻ്റെ അമ്മേ എനിക്ക് സമാധാനം. ഇന്നാണ് എനിക്കൊന്ന് ഉറങ്ങാം. 2 ദിവസമായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഇന്നലെ ഞാനൊന്ന് ലൈറ്റൊക്കെ ഇട്ടാണ് ഞാൻ. ഓ മൈ ഗോഡ്, ഐ എം ദ ഹാപ്പിയസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ് നൗ. എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഗൈസ്, ഞാൻ എൻ്റെ ഡേറ്റ് മെസ്സപ്പ് ആയത് തന്നെ ഞാൻ ഭയങ്കര വിഷമായിരുന്നു. എനിക്ക് അവർ സൂട്ട് റൂം അപ്ഗ്രേഡ് ചെയ്യുന്നപ്പോൾ ഐ ഫീൽ റെക്കഗ്നൈസ്ഡ്. ഐ ഫീൽ ഹേർഡ്. ഐ ഡോണ്ട് നോ ഗൈസ്, എസ്പെഷ്യലി നിങ്ങളൊന്നും ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ ട്രിപ്സിൽ ഒരു കമ്പനി ഇല്ലായിരിക്കും. എന്നെ ബേസിക്കലി ട്രിപ്സിൽ ലൈവ്ലി ആക്കി വെക്കുന്ന ആളുകളാണ് എൻ്റെ വ്യൂവേഴ്സ്. നിങ്ങൾ എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. എന്തായാലും എക്സിക്യൂട്ടീവ് സൂട്ട് റൂമിൻ്റെ ബാത്റൂം ഒന്ന് നോക്കട്ടെ. ഓ മൈ ഗോഡ്, ഇതെന്താണ്? ഇതെൻ്റെ ക്ലോസറ്റ്. എനിക്ക് ബേസിക്കലി ഇതിന് മൊത്തം ദിവസം മതിയാവില്ലല്ലോ ഈശ്വരാ. ഇവിടെ ഫുള്ള് എന്തായാലും ടബിൽ നമുക്കിന്നൊരു കുളി പാസ്സാക്കാം. ഞാൻ ഇന്നലെ സ്പായിന് പോയിട്ട് അവിടുത്തെ ബാത്റൂമിൽ നിന്നാണ് കുളിച്ചത്. ബിക്കോസ് നമ്മുടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് എനിക്ക് പോകാനേ തോന്നിയില്ല. ഇവിടെ നിന്ന് നമുക്കിവിടെ ഏത് റൂമാണ്? ഇത് മറ്റേ നമ്മുടെ സെയിം റൂം. ബട്ട് ഇവിടെ നമുക്ക് എന്തൊക്കെയോ നമ്മുടെ തുണി ഇതൊക്കെ നമുക്ക് ധരിക്കാം. ഇവിടെയൊക്കെ എന്തൊക്കെയോ ഉണ്ട്. എനിക്ക് ഗൈസ്, ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ലാത്ത പോലെ കാണിക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല. മറ്റേ റൂം എനിക്ക് അത്രയ്ക്ക് ദുഃഖമായിരുന്നു അവിടെ എനിക്ക് നിൽക്കാൻ. സോ ഓ മൈ ഗോഡ്. ഓക്കെ, ഇത്രയ്ക്ക് എക്സൈറ്റ്മെൻറ്റ് മതിയല്ലോ. പിന്നെ ഞാൻ കുറച്ച് കുളിച്ചിട്ട് വരാം. ഓക്കെ മിസ്, ഇന്ന് ഞാൻ സംസാരിച്ചപ്പോൾ 2 മലയാളികളെ പരിചയപ്പെട്ടല്ലോ മിസ്. ഇങ്ങനെ ഞാൻ പറയട്ടാ, 2 പേര് എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ബട്ട് 2 പേര് 2 ഡിഫറെൻറ്റ് ജോണേഴ്സാണ്. ഒരാൾ ക്രാഫ്റ്റ് വീഡിയോ ചെയ്യുന്ന ആളും വേറൊരാൾ ആക്ച്വലി ഒരു സംഭവമാണ്. നീറ്റ് എക്സാം ഇല്ലേ, നീറ്റിൽ കേരള റാങ്ക് 18 എന്നിട്ട് ആ പുള്ളിക്കാരി പക്ഷേ നീറ്റ് ആസ്പിറൻസിന് വേണ്ടി യൂട്യൂബ് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെ യൂട്യൂബറായിട്ട് ഈ ഇവൻറ്റിന് ഇൻവൈറ്റ് കിട്ടിയതാണ്. അപ്പം എന്തൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോ ക്രിയേറ്റേഴ്സ് ആണെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ പറയായിരുന്നു, ബ്രില്യൻസ് അക്കാഡമി കഴിഞ്ഞ വർഷം ഓൾ ഇന്ത്യ നീറ്റ് 1 റാങ്ക് കിട്ടി ബ്രില്യൻസിന് കിട്ടിയ കുട്ടിക്ക് 1 കോടി രൂപയാണ് കൊടുത്തതെന്ന്. പിന്നെ അതിൻ്റെ വീണ്ടും തൊട്ടപ്പുറത്തുള്ളൊരു കുട്ടിയാണ് നീറ്റ് കേരളയിൽ ഫസ്റ്റ് റാങ്ക്, അതും ബ്രില്യൻസ് ആണെന്ന് തോന്നുന്നു. 25 lakhs എന്തോ അവന് ഓഫർ. മീൻസ് അങ്ങനെ അവർ ഇങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നത്. എനിക്കിത് നമ്മൾ ഈ ഫീൽഡ് വിട്ടിട്ട് എത്രയോ നാളായിരുന്നു, എനിക്കറിഞ്ഞില്ല. പിന്നെ അത് പറഞ്ഞ് അത് ബേസിക്കലി ഇപ്പം എനിക്ക് സത്യം പറഞ്ഞ ഒരു സാറ്റിസ്ഫാക്ഷനൊക്കെ ഉണ്ട് ഈ ട്രിപ്പ് കഴിഞ്ഞിട്ട്. കാരണം നമ്മൾക്കിങ്ങനെ ഇങ്ങനത്തെ ഉള്ള സംഭവങ്ങൾ പോകുമ്പോഴാണോ റെക്കഗ്നീഷനും അതൊക്കെ വരുന്നത്. നമുക്ക് തന്നൊരു കോൺഫിഡൻസ്. നമ്മൾക്ക് എവിടെയാണോ നമ്മളെ ആൾക്കാർ അംഗീകരിക്കുന്നത് അവിടെ പോകുമ്പോഴല്ലേ നമുക്ക് കോൺഫിഡൻസും ഒക്കെ നമുക്ക് യൂഷ്വലി വരാറുള്ളത്. അപ്പം ഞാനെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പോയി കിടന്ന് ഭയങ്കര സംസാരവും വർത്താനവും ഒന്നും, ഞാൻ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് മാത്രമേ അങ്ങനെ ഓവറായിട്ട് സംസാരിക്കാറുള്ളൂ. അപ്പോൾ യൂട്യൂബിൻ്റെ മീറ്റപ്പിനൊക്കെ ഞാൻ എല്ലാവരുമായിട്ട് മിങ്കിളൊക്കെ ചെയ്യും. പക്ഷേ എനിക്ക് ചില സമയത്ത് ഇങ്ങനെ ചില ക്രൗഡിൽ എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും പരിചയമില്ലാത്തൊരു ഗ്രൂപ്പ് ടോട്ടലി ഡിഫറെൻറ്റ് ആളുകളൊക്കെ വരുമ്പോൾ ഞാൻ അങ്ങനെ അധികം മൈൻഡ് ചെയ്യാറില്ല. എനിക്കങ്ങനെ അധികം മിണ്ടാൻ തോന്നാറില്ല. പക്ഷെ ഞാൻ മിണ്ടാതെ സൈലൻ്റായിട്ടിരിക്കും. അപ്പോൾ എന്തായാലും പറഞ്ഞു വന്നത് ഈ ട്രിപ്പിൻ്റെ ഏകദേശം അവസാനത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഞാൻ വീട്ടിൽ വിളിച്ചപ്പോൾ പിള്ളേരും ഹസ്ബൻഡും കൂടെ ബുഫേ കഴിക്കാൻ പോയിരിക്കുകയാണ്. നമ്മുടെ മെയിൻ എൻ്റർടൈൻമെൻറ്റ് കഴിപ്പ്, സിനിമ കാണൽ, അതാണ് നമ്മുടെ ഫാമിലിയിലെ മെയിൻ എൻ്റർടൈൻമെൻറ്റ്. അത് രണ്ടും മാത്രമേ ഉള്ളൂ തിരുവനന്തപുരത്ത് ആക്ച്വലി പിള്ളേരെ കൊണ്ട് ചെയ്യാൻ. വേറെ ബീച്ചിൽ പോവാം, പിന്നെ വേറെ എന്തൊക്കെയോ പരിപാടികളൊക്കെ കാണും. പക്ഷെ നമ്മളാകെ ഇത് മാത്രമേ ചെയ്യാറുള്ളൂ. ബീച്ചിൽ പോലും അങ്ങനെ അധികം പോകാറില്ല. അങ്ങനെ എന്തൊക്കെയോ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കാൻ പറ്റി. 2 ആൾക്കാരെ പുതുതായിട്ട് പരിചയപ്പെട്ടു. അവരുടെ ലൈഫിനെ പറ്റി ഒക്കെ സംസാരിച്ചു. പല ടൈപ്പ് ഓഫ് ആൾക്കാരെ കണ്ടു. ഫോർ എക്സാമ്പിൾ ഇന്ന് തന്നെ ഒരാൾ
ഞാൻ അവിടെ നിന്ന് ഒരു ഹാറ്റ് ഇപ്പോഴത്തെ ഇപ്പോൾ ആൾക്കാരെ പറ്റി ഞാൻ പറയുകയാണേ, ഒരു ഹാറ്റ് ഞാൻ അവിടുത്തെ ഇന്ത്യൻ ടീമിൻ്റെ ഒരു ഹാറ്റ് എൻട്രൻസിൻ്റെ അവിടെ ഒരാളെ വിൽക്കുന്നുണ്ട്. അപ്പോൾ കണ്ടപ്പോൾ കൊള്ളാമെന്ന് ഞാൻ 100 റുപ്പീസിനൊരു ഹാറ്റ് വാങ്ങിച്ചു. എൻ്റെ അടുത്ത് നിന്ന് ഒരു മധ്യപ്രദേശിൽ നിന്നൊരു കുട്ടി, ഞാൻ ചീപ്പ്നെസ് പറയുകയാണെന്ന് നിങ്ങൾ വിചാരിക്കില്ല, ബട്ട് പറയണം, ഇതും എനിക്കും കൂടെ ഒന്ന് പേ ചെയ്തരും, ഗൂഗിൾ പേ ആണ് ചെയ്തത്, ഇതൊന്ന് പേ ചെയ്തരും, ഞാൻ നിനക്ക് പേ ചെയ്യാം. അപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. എന്നിട്ട് ദ മൊമെൻറ്റ് ഞാൻ ആ ഹാറ്റ് കൊടുത്തതിന് ശേഷം ആ കുട്ടി അതിനെപ്പറ്റി ഓരോരുത്തരുടെ നിലപാടും നിലവാരവുമാണ് ഞാൻ പറയുന്നത്. എനിക്ക് 100 റുപ്പീസ് എനിക്കൊരു കാര്യമേ അല്ല. പക്ഷെ നിങ്ങൾ നോക്കണം അയാളുടെ മൈൻഡ് സെറ്റ് എന്താണ്. അപ്പം അയാൾക്കൊരു 100 റുപ്പീസ് തിരിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ആൾക്കാരുടെ മെൻറ്റാലിറ്റിയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു, എനിക്ക് അങ്ങനത്തെ ആൾക്കാർ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം പൈസ എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. ഇപ്പം എനിക്ക് 100 റുപ്പീസ് പോയതിനല്ല, എന്നെ പറ്റിച്ചു എന്നുള്ളൊരു തോട്ടാണ് എനിക്ക് മെയിൻ. അതിനുശേഷം എനിക്ക് അതിൻ്റെ അടുത്ത് എനിക്ക് ഇങ്ങനത്തെ കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള, എനിക്ക് സൗത്ത് ഇന്ത്യൻസിൽ നിന്ന് പൊതുവേ ഇങ്ങനത്തെ ഫീൽ കിട്ടിയിട്ടില്ല. ബട്ട് ആ നോർത്തിലോട്ട് അടുക്കുമ്പോഴത്തേക്കും ഇങ്ങനത്തെ കുറച്ച് ബിഹേവിയർ എനിക്കൊട്ടും പറ്റില്ല. സോ ദ ഗൈസ്, എനിക്കറിയാം ഓരോ മനുഷ്യരുടെ, ആ കുട്ടിക്ക് നല്ല കാശുള്ളതാണ്. അതിന് എൻ്റെ കയ്യിൽ തന്നെ എന്തോ ഒരു, എൻ്റെ പേരൊന്നും എനിക്കറിയില്ല, മെറ്റാ 360 അങ്ങനെ എന്തോ ഒരു ഇന്നലെ തന്നെ നല്ല കാശാണ് എന്ന് എനിക്കറിയാം. ബട്ട് എന്തുകൊണ്ടാണ് ആ ഒരു 100 റുപ്പീസ് അതിനെനിക്ക് ഇങ്ങനെ മറക്കുമോ ആൾക്കാർ, എനിക്കറിഞ്ഞൂടാ. ബട്ട് എനിക്കത് ഭയങ്കര ചീറ്റ് ചെയ്യപ്പെട്ട ഒരു ഫീൽ. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര അതിൻ്റെ അടുത്ത് പിന്നെ അങ്ങനത്തെ ആൾക്കാരായിട്ട് എനിക്ക് സംസാരിക്കാനേ, പിന്നെ എനിക്ക് സ്റ്റിൽ ഞാൻ എൻ്റെ കൂടെ സംസാരിച്ചു, അതിനെ എല്ലാത്തിനും ഇൻവോൾവ് ചെയ്യിപ്പിച്ചു. കാരണം നമ്മളെ ബേസിക്കലി ഒരാൾ യൂസ് ചെയ്തു എന്നൊരു ഫീൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മൂഡ് പോവില്ലേ. അത് ഇന്നത്തെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞതാണ്. ആൾക്കാരെ ഹെൽപ്പ് ചെയ്യും, പൈസ ഇല്ലാത്തവർക്ക് പൈസ കൊടുക്കണം, അത് വേറെ, അതല്ലല്ലോ ഇത്. ജസ്റ്റ് തൻ്റെ ഇടം കാണിക്കുമ്പോൾ തിരിച്ച് നമ്മൾ മലയാളികൾ ഇതാണില്ല, സ്ട്രീറ്റ് സ്മാർട്ട് അല്ല ഒട്ടും. ആൾക്കാർ നമ്മളെ യൂസ് ചെയ്യും. അത് പിന്നെ ഇന്ന് വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ തെലുങ്ക്, ഞാൻ US പോയപ്പോഴാണ് ഇത്രമാത്രം തെലുങ്കന്മാരുടെ ഇടയിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഇത്രയും തെലുങ്ക്, അതിനുശേഷം ഇപ്പം ആദ്യമായിട്ടാണ് എനിക്ക് ബേസിക്കലി തെലുങ്ക് ഒരു ട്രോമയാണ്. കാരണം ആ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ടീമിലുള്ള 2 പെണ്ണുങ്ങൾ വർക്കഹോളിക്സ് ഫുൾ ടൈം തെലുങ്ക് സമയത്ത് അന്തക കുന്തക എന്നൊക്കെ പറഞ്ഞ് ചാല എന്നൊക്കെ പറഞ്ഞ് ഫുൾ ടൈം സംസാരമാണ്. എനിക്ക് അവരെ പോലെയൊന്നും ഫസ്റ്റ് ഓഫ് ഓൾ വർക്കഹോളിക്കായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്ക് അത്രയും കഴിവുമില്ലായിരുന്നു. ബേസിക്കലി സോഫ്റ്റ്വെയർ ഫീൽഡിൽ ഞാൻ അത്ര സ്മാർട്ടല്ലായിരുന്നു, സത്യം പറയുന്നത്. പക്ഷേ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഫീൽഡിൽ എനിക്കെന്തോ ഒരു നാക്കില്ല. എനിക്ക് പറ്റുന്ന ഏരിയ മേ ബി ഉണ്ടായിരുന്നിരിക്കാം, അത് എക്സ്പ്ലോർ ചെയ്യാനുള്ള ചാൻസ് ഞാൻ ഡെവലപ്പറായിരുന്നു, അത് എക്സ്പ്ലോർ ചെയ്യാനുള്ള ചാൻസും ഇൻട്രസ്റ്റും എനിക്ക് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം മേ ബി എനിക്കത് പറ്റാത്ത. ആയതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ കേപ്പബിലിറ്റീസ് അല്ലേ. എപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മൾ ഇന്ത്യക്കകത്ത് ഫ്ലൈറ്റ് ട്രാവൽ, കംഫർട്ടബിൾ സ്റ്റേ ഭയങ്കര എക്സ്പെൻസീവാണ്. എന്താണ് അങ്ങനെ അറിഞ്ഞൂടാ. വൈ ഡു പീപ്പിൾ മേക്ക് ഇറ്റ് സോ ഡിഫിക്കൽട്ട് ടു ട്രാവൽ വിത്ത് ഇൻ ഇന്ത്യ, എസ്പെഷ്യലി ഫ്ലൈറ്റ് റേറ്റ്സ്. ഒരു 7,000 റുപ്പീസ് ആവും ബോംബെ ഡൽഹിയൊക്കെ പോയിട്ട് വരാൻ. അതിൻ്റെ ഒരു ഡബിൾ കൊടുത്താൽ സത്യം പറഞ്ഞാൽ നമുക്ക് തായ്ലൻഡ് പോകാം. അപ്പോൾ നമ്മൾ തായ്ലൻഡ് പോവോ, ഇന്ത്യയിൽ ഏതെങ്കിലും സ്ഥലത്ത് പോവോ, എൻ്റെ ഏതെങ്കിലും ഒരു റിസോർട്ടിൽ തന്നെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ പെർ നൈറ്റ് 10,000 റുപ്പീസ് മിനിമം ആവും. വെളിയിലൊന്നും ഇത്ര ഇല്ല. എന്തിനാണ് ഇത്രയും ഡിഫിക്കൽട്ട് ആക്കണത് എനിക്ക് സത്യം പറഞ്ഞാൽ അറിഞ്ഞൂടാ. അതുകൊണ്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു വിഷമമാണ്. അയ്യോ ഇത്രയും പൈസ ഞാൻ ഫുൾ ടൈം പൈസ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോയിലിരുന്നത്. അപ്പം നാളെ നമ്മൾ രാവിലെ ഒരു 12 മണിക്ക് ചെക്കൗട്ട് ചെയ്യും. നാളെ രാവിലെ ഞാൻ ഇവിടേക്ക് ഒന്ന് ഹാങ് ഔട്ട് ചെയ്യും. എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സ്പായിൽ പിന്നെയും പോയി പൈസ കളയണോ എന്ന് ആലോചിക്കണം. വേണ്ട, വെറുതെ അത്ര ഓവറാവണ്ട. ജസ്റ്റ് റൂമിൽ ഹാങ് ഔട്ട് ചെയ്യും. മേ ബി പൂളിൽ പോകാനായിട്ട് ഞാൻ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. അങ്ങനെ സ്വിം ചെയ്യായിരുന്നു. കാരണം ഈ ലാസ്റ്റ് 3 ഡേയ്സായിട്ട് 0 എക്സർസൈസ്, ലിറ്ററലി 0 എക്സർസൈസ്. നടന്നിട്ടില്ല, കഴിപ്പ് കിടപ്പ്, ഇത് മാത്രമാണുള്ളത്. എനിക്ക് ഓൾറെഡി കൊളസ്ട്രോൾ 207 ഉണ്ട്. അത് പറഞ്ഞപ്പോൾ ഇന്ന് രാത്രി പോയിട്ട് മരുന്ന് കഴിക്കണം, കാൽഷ്യം ആൻഡ് അയൺ. അപ്പം ഞാൻ ഇവിടെ ഇരുന്ന് കുറച്ച് ഫുഡ് അടിക്കട്ടെ. ഞാൻ ഓർഡർ ചെയ്ത ഫുഡ് എന്തായിരുന്നു? ദാൽ പാലക്ക്, അയൺ ഡെഫിഷ്യൻസി ഉള്ള കുറച്ച് പാലക്ക് അടിച്ച് കയറ്റുന്ന വെച്ചു, ആൻഡ് ഫുൾക്ക. അത് നിങ്ങൾക്ക് കാണണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് കത്തിയടി എല്ലാം ഇതോടുകൂടി അവസാനിച്ചിരിക്കുന്നു. നിങ്ങളുടെ കമൻറ്റുകൾ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ എഴുതി രേഖപ്പെടുത്തുക. ബെല്ലൈക്കൺ കുത്തി അമർത്തുക. ഞാനിതിൽ കുറേ ഡൗട്ട്സും എൻ്റെ കുറേ ആൻസൈറ്റി കാര്യങ്ങളും എല്ലാം ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ നിങ്ങൾക്ക് റിലേറ്റബിൾ ആണോ അല്ലേ എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ ഐ അപ്രീഷിയേറ്റ് യുവർ തോട്ട്സ്. നിങ്ങൾ എഴുതുന്ന എല്ലാ കമൻറ്റും വായിക്കാറുണ്ട്, ഒറ്റ കമൻറ്റുകളും ഞാൻ വിടാറില്ല. ട്രസ്റ്റ് മീ.
So I'm loving all of your comments. Love you. Tata. Bye bye. This is Illolam signing off for your Jama.